PG സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ അജ്മാൻ. ഇന്ന് നമുക്ക് ഫൈബ്രോയിഡ് എന്ന തരം മുഴയെ പറ്റി നോക്കാം. ഫൈബ്രോയിഡ് എന്നത് ക്യാൻസർ അല്ലാത്ത ഒരു മുഴകൾ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതിനെയാണ് പറയുന്നത്. ഇത് ചെറിയ ലെസ് ദാൻ 1 മില്ലിമീറ്റർ മുതൽ ഒരു 50 സെൻറ്റിമീറ്റർ വരെയൊക്കെ വലുപ്പത്തിൽ വരാകുന്നതാണ്. ഇതിൻ്റെ സ്ഥാനം ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാകാം, ഗർഭപാത്ര ഭിത്തിയിലാകാം, ഗർഭപാത്രത്തിൻ്റെ പുറത്തേക്കാകാം. ഇതിൻ്റെ സിംറ്റംസ് ഇതിൻ്റെ സ്ഥാനം കൊണ്ടും ഇതിൻ്റെ സൈസിനെ കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള മുഴയാണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാം, ഹെവി മെൻസസ് സമയത്ത് വേദന, അല്ലെങ്കിൽ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, ഇതെല്ലാം വരാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഇത് ഇൻഫെർട്ടിലിറ്റിക്കും കാരണമാകാറുണ്ട്. ചിലപ്പം ഗർഭപാത്രത്തിൻ്റെ മുൻവശത്താണെങ്കിൽ മൂത്രത്തിന് ബുദ്ധിമുട്ട് വരാം, മൂത്രമൊഴിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, മൂത്രം കെട്ടിക്കിടക്കുക, അങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനെ കൊണ്ട് വരാറുണ്ട്. പിന്നെ വലിയ മുഴയാണെങ്കിൽ ചിലപ്പോൾ ഒരു അടിവയറിന് ഒരു കനം പോലെ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ യാതൊരു സിംറ്റമും ഇല്ലാതെയും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പരിശോധിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ മുഴയുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ സ്കാനിൽ ഈ മുഴ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആളുടെ ഏജ്, എത്ര വയസ്സിലാണ് ഇത് കാണുന്നത് എന്നുള്ളതിനെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല, ഫോളോ അപ്പ് മതിയാവും. പെട്ടെന്ന് വലുതാവുന്നുണ്ടോ, മുഴയിൽ വേദന വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്ത്, അതായത് ഈ മുഴ മാത്രം നീക്കം ചെയ്യണ ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കം ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നതിനെ അനുസരിച്ചായിരിക്കും.